ഹലോ ഗായ്സ്, അപ്പം പെരുന്നാളെ പ്രമാണിച്ച് നമ്മൾ ഇന്നലെ ബീഫ് മേടിക്കാൻ വേണ്ടി അടുത്ത സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്നിട്ട് കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഇന്ന് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അപ്പം നമ്മൾ കൊണ്ടുവന്ന് ബീഫ് എടുത്ത് ഇനി കൊത്താതെയാണല്ലോ വാങ്ങിക്കുന്നത്. അപ്പോൾ ഒന്ന് കൊത്തി റെഡിയാക്കി എടുക്കണം. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്തൊന്നും പെരുന്നാളിൻ്റെ അന്ന് ഇറച്ചി കൊത്തി തരില്ല. കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് അവർ അങ്ങനെ എല്ലാവർക്കും കൊത്തി കൊടുക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് കൊത്തുന്നത്. ഇനി നമുക്കിത് കൊത്തി കൊത്തി ചെറിയ പീസുകളാക്കി എടുത്ത് കഴുകാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ബക്കറ്റിൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഉരുളിയിലേക്കൊന്ന് ഇട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കാം. പിന്നെ അത് വല്ല വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് ഓരോന്നായിട്ട് എടുത്ത് ഓരോ പീസായിട്ട് എടുത്ത് നോക്കി വൃത്തിയായിട്ട് വേണം നമ്മൾ അടുത്ത തയ്യാറെടുപ്പുകൾ നടത്താൻ. അതിപ്പോൾ നിങ്ങൾ എത്ര വൃത്തിയുണ്ടെന്ന് കണ്ടാൽ പോലും നിങ്ങളൊരു വിശ്വാസം നിങ്ങളാക്കണം. ഇപ്പോൾ നമ്മളാക്കിയ പോലെ നമുക്ക് 2-3 മുടിയൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി അടുത്ത കാപ്പി കുടിക്കാൻ പോവുകയാണ്. അപ്പം കാപ്പി എന്ന് പറയുമ്പോൾ ഇന്നലെ ചിക്കൻ ആയിരുന്നു. അപ്പോൾ അതും പുട്ടും ചായയാണ് ഇന്ന് രാവിലെ കഴിക്കാൻ. പുട്ടും ചിക്കനുമാണ്, ചായ ഉണ്ട്. അപ്പോൾ നമ്മളടുത്ത ബീഫ് കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ഒരു ബൗളിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ നമ്മൾ മുളക് പൊടി ഇവിടെ ഇടുന്നുണ്ട്. ഒരു 4 സ്പൂണോളം മുളക് പൊടി നമ്മളിവിടെ ഇടുന്നുണ്ട്. നിങ്ങൾ ആ എരിക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ഇടാവുന്നതാണ്. പിന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് മീറ്റ് മസാല ഉള്ളവർ മീറ്റ് മസാലയും ഒരു 1-1.5 സ്പൂണ് ഇടേണ്ടതാണ്. ശേഷം അടുപ്പിലേക്ക് തീയൊക്കെ കത്തിച്ച് റെഡിയാക്കുക. അതിന് മുമ്പേ നമ്മൾ ഈ ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് കീറി ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു 5-6 പച്ചമുളകും പിന്നെ പറഞ്ഞ പച്ചമുളകും നടുവിൽ നിന്ന് ഇങ്ങനെ കീറി കിട്ടണം. എന്നാലും നമുക്ക് ആ എണ്ണയിലൊന്ന് പിടിക്കാൻ പറ്റുള്ളൂ ഈ മുളക്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടിക്കൂട്ടുകളെല്ലാം കൂടെയാണ് ആ ബൗളിലിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒത്തിട്ട് മിക്സിയിൽ അടിച്ച ഒരു ഇതാണ്. അടുത്തത് കൊച്ചുള്ളിയാണ് വെച്ചേക്കുന്നത്. ആവശ്യത്തിനനുസരിച്ചുള്ള കൊച്ചുള്ളി ഇടണം. ഇതിൽ പ്രത്യേകം വെച്ചാൽ സവാള നമ്മൾ ഇട്ടിട്ടില്ല. അത് പിന്നെ പറയാം എന്താണ് കാരണമെന്ന്. പിന്നെ കടുകുണ്ട്, പിന്നെ ഇവിടെ എണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളെ നാടൻ കരിവേപ്പിലയുണ്ട് ഇവിടെ. പിന്നെ ഉള്ളത് കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അടുത്ത അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് നല്ല വൃത്തി. ഇനി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ വെച്ചിരിക്കുന്ന വറ്റൽമുളകും കരിവേപ്പിലയും പിന്നെ നമ്മുടെ
കൊച്ചുള്ളിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷെ നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ കൂടെ ഒരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കൊച്ചുള്ളി അത്യാവശ്യം ഒന്ന് വരണ്ട് വരുന്നതെന്നൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇനി അടുത്ത നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തരച്ച പേസ്റ്റ് ഉണ്ട്. അതൊന്ന് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനുശേഷം നമ്മളെ ബീഫ് കഴുകി എടുത്തേക്ക് വെക്കണം. ബീഫ് ഇടുന്നതിന് മുമ്പ് നമ്മൾ തക്കാളി ഇടാൻ ശ്രദ്ധിക്കണം, അത് മറന്നു പോകരുത്. എന്നിട്ട് തക്കാളി അപ്പോഴേ മിക്സ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ ആ എണ്ണയിൽ താത്ത് ഇങ്ങനെ ഇതുപോലെ വെക്കണം. അപ്പോൾ അതിൻ്റെ എസൻസ് മൊത്തം അതിൽ പിടിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടികളാണ് അതിനകത്ത് ഇടുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സാധനമായതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇട്ടാൽ കുറേ നേരം ഇടുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ ഈ തീ എന്ന് പറയുമ്പം മീഡിയത്തിൽ വയ്ക്കുള്ളൂ. അതിപ്പോൾ വറുത്തരച്ച അതല്ലെങ്കിൽ പോലും വറുത്ത മുളക് പൊടി അല്ലെങ്കിൽ പോലും നിങ്ങൾ തീ ഓവറാക്കരുത്, എങ്കിൽ ഫുള്ള് കരിഞ്ഞു പോകും. പിന്നെ ടേസ്റ്റ് മാറിപ്പോവും, കൊള്ളുകയാതായി പോകും. അതുകൊണ്ട് തീ എപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. തീ കൂടിപ്പോയാൽ കറിക്ക് ടേസ്റ്റ് പോകും. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അടുത്തായി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ നമ്മുടെ നാടൻ പോത്തിറച്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ 3 കിലോ ബീഫിന് ഏകദേശം 750ഓളം കൊച്ചുള്ളിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ കൊച്ചുള്ളിക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്കിനി ബീഫ് ആ ഗ്രേവിയിലേക്ക് ഒന്ന് നല്ല വൃത്തി മിക്സാക്കി ബീഫിൻ്റെ എല്ലായിടത്തും പുരളുന്ന രീതിയിൽ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കണം. നല്ലയിടത്ത് എല്ലായിടത്തും മിക്സ് ആയ പേരെണ്ണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഒരു അടപ്പിട്ട് അതിനെ മൂടി വയ്ക്കുക. ഗൈസ് നല്ല പുകയുണ്ട് ഗൈസ്, കണ്ണൊക്കെ വെള്ളം ഫുള്ള് വന്നു. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് തക്കാളി ഇമ്പോർട്ടൻ്റ് ആണ് വെക്കുന്നതിൽ. പിന്നെ കൊച്ചുള്ളി മാത്രമാണ്, സവാള ഇടാതെ കൊച്ചുള്ളി മാത്രമാണ് ഗൈസ് അതിന് കുറച്ച് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബാക്കി ഇനി അത് അടച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് ഒന്ന് സെറ്റായിട്ട് ബാക്കി വെള്ളമൊക്കെ ഒഴിക്കാനുള്ളതും ഒക്കെ നോക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് തുറന്ന് അടപ്പ് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് അപ്പോൾ അടി പിടിക്കാനൊക്കെ നല്ല സാധ്യതയുണ്ട് ഗൈസ് ഇത്. അതുകൊണ്ട് അപ്പോഴപ്പോഴും നിങ്ങൾ തീ നോക്കണ്ടോ. തീ ഇപ്പോൾ ഒരു മീഡിയത്തിലാണ് തീ കിടക്കുന്നത്. ഒരുപാട് കുറവുമല്ല, എന്നാൽ ഭയങ്കര കൂടുതലുമല്ല തീ. കണ്ടോ ഗൈസ്, ഇത്ര തീ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അതിന് കൂടുന്നതനുസരിച്ച് മാറ്റി കൊടുത്താൽ മതിയാകും. പിന്നെ അടപ്പടച്ച് വയ്ക്കുക, വീണ്ടും തുറക്കുക. ഈ സമയം നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് ഗൈസ് ചേർക്കുന്നത്. അതായത് ചിരട്ട പ്ലാക്ക് എന്ന് പറയും. അതായത് നമ്മുടെ ഒരു ചിരട്ട പീസുകളാക്കി ഇടുന്നതാണ് ഇത്. ചിലർക്കൊക്കെ അറിയാമായിരിക്കും ഗൈസ്. ഇതിൻ്റെ ഉപയോഗം ഞാൻ വഴിയെ പറയുന്നതാണ്. നമുക്കൊന്ന് ഉപ്പൊക്കെ കൊണ്ടുവന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ചെറിയൊരു ടിപ്പെന്ന് പറയുമ്പം നമ്മൾ സാധാരണ ബീഫൊക്കെ വയ്ക്കുന്നത് എന്താണ്, കുക്കറിലൊക്കെ ആയിരിക്കും വയ്ക്കുന്നത് പെട്ടെന്ന് വയ്ക്കാൻ വേണ്ടി. അപ്പം നമ്മൾ അടുപ്പ് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ അടുപ്പ് വയ്ക്കുമ്പോഴാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ല വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ചിരട്ട ഒരു ചിരട്ട എടുത്ത് വൃത്തിയാക്കി അതിനെ ഒരു 3-4 പീസാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ഇപ്പോൾ ഇട്ട പോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ക്ലീനാക്കി ഇടണം, ഒന്ന് ചുരണ്ടി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചിരട്ട 3-4 പീസാക്കി അതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ കുക്കർ വെക്കുന്ന പോലെ പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ കുക്കർ വെക്കുന്നത് നമുക്ക് നിങ്ങൾ കുക്കർ വെച്ചാൽ പോയിരുന്നു. പക്ഷേ കുക്കർ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ അടുപ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും അടുപ്പിൽ വയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുമ്പോൾ ഇനി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ, തണുത്ത വെള്ളം ഒഴിക്കരുത്. എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതായി ഒന്ന് അത് ആ വെള്ളം ആ ഗ്രേവിയിലേക്ക് ഒന്ന് കലക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതിലേക്ക് ഇനി നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച് നടുവ് നിങ്ങൾ കീറി വെച്ചേക്കുന്ന ആ പച്ചമുളക് ഓരോന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ചൂടുവെള്ളം ഒഴിച്ച് ആ സമയത്തൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. പിന്നെ ആ വെള്ളം തിളച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് മാത്രമേ നമ്മൾ പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവൂ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ആദ്യം നമ്മൾ മീറ്റ് മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി സാധാ മസാല നമ്മളെ വീട്ടിൽ തന്നെ
പൊടിച്ചെടുത്ത മസാല നമുക്ക് ഞാൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മല്ലിയിലയും പിന്നെ നമ്മൾ എന്തിലും ഇടാൻ മടിക്കാത്ത കറിവേപ്പിലയും നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കരിവേപ്പിലയും മല്ലിയിലേക്ക് ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല. ഇനി നമുക്ക് ബീഫ് ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് കൊച്ചുള്ളി ഇടുന്നത് കുറച്ച് ടേസ്റ്റാണ്. കൊച്ചുള്ളി മാത്രം, സവാള ഇടാതെ കൊച്ചുള്ളി മാത്രം ഇടുന്നത്. പിന്നെ അതിനകത്തുള്ളതെന്ന് പറയുമ്പോൾ തക്കാളി ഇടുന്നത് നല്ല ടേസ്റ്റ് കൂട്ടും. ഇത് ഈ കൊച്ചുള്ളി ആയാൽ ശ്രദ്ധിക്കാറില്ല. എന്ന് വെച്ചാൽ ഇതിലും കൊച്ചുള്ളി ഇടും, കൊച്ചുള്ളിയും സവാളയും കൂടെയാണ് ഇടുന്നത്. പക്ഷേ കൊച്ചുള്ളി മാത്രം അതിന് ടേസ്റ്റ് വേറെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ തക്കാളി നല്ലോടത്ത് ഇടണം. ഇതെല്ലാം ഈ പറഞ്ഞ സമയത്തിട്ടാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് പിടിക്കുള്ളൂ ഗൈസ്. ആദ്യം ഞാൻ തക്കാളി അങ്ങനെ അല്ലല്ലോ ഇട്ടത്. അതായത് നമ്മൾ ബീഫ് ഇടുന്നതിന് മുമ്പ് ഓരോ ഓർഡറിനുണ്ട്. ആ ഓർഡറിനനുസരിച്ച് ഇട്ടാലേ നമുക്ക് ആ എണ്ണയിൽ കിടന്നതെന്ന് തന്നെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് വീഡിയോ കണ്ടിട്ട് ഒന്ന് നോക്കി ചെയ്താൽ കറക്റ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെർവ് ചെയ്യണം കാണിക്കാം. അപ്പോൾ നമ്മൾ വാഴയിലേക്ക് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ചോറും സലാഡും ഒക്കെ അവിടെ റെഡിയായിരിപ്പുണ്ട് ഗൈസ്. ഇനി കറികളൊക്കെ അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ പോത്തിറച്ചി അവിടെ ഇരിപ്പുണ്ട്. അടുത്ത ചോറ് ഇലയിലേക്ക് തട്ടുകയാണ്. ഇപ്പം ഇത് എല്ലാവർക്കും കൂടിയാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ട് നിരന്നിരുന്ന് എല്ലാവരും കൂടെ കഴിക്കും. അതിനകത്ത് വലിയ ഇലയിൽ ഇത്രയും ചോറിങ്ങനെ നീട്ടിയിട്ടത്. ഇനി എല്ലാവർക്കും 4 പേരുണ്ടോ 4 പേർക്കായി ഉള്ള മരിച്ചിനി 4 സൈഡിലായിട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഒത്തു കഴിക്കുന്ന വലിയൊരു ടേസ്റ്റാണ് ഗൈസ്. ഇനി നമുക്ക് അതിലേക്ക് 2 പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ആയിട്ടുള്ള സലാഡൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ സെറ്റ് സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല നാടൻ പോത്തിറച്ചിയാണ്. എല്ലാ മനുഷ്യനെ വണ്ടിയിൽ കൂടെ സെറ്റ് വെച്ച് കൊടുക്കുക. ഇത് കാണുമ്പോൾ ഭയങ്കര കൊതിയാവാണ് ഗൈസ്. ഇപ്പോഴും അടുത്ത് കഴിക്കാൻ എനിക്ക് തോന്നുകയാണ് ഗൈസ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, വീഡിയോ എടുത്ത് അത് മൊത്തം വിളമ്പിയിട്ട് കഴിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഗൈസ്. നമ്മളെല്ലാവരും ഇരിക്കാനുള്ള രീതിക്കുള്ള ആരൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അനിയൻ്റെ അഭിപ്രായം കേൾക്കാം. ഉച്ചയ്ക്ക് നാടൻ പോത്തിറച്ചിയും മരിച്ചീനിയും സലാഡും പപ്പടം കൂടെ ആണ്. അപ്പോൾ ഗൈസ് ഇന്ന് നല്ല നാടൻ പോത്തിറച്ചിയും മരിച്ചീനിയും സലാഡും പപ്പടവും ഉള്ളത്, ചോറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം. പോത്തിറച്ചി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് പോത്തിറച്ചിയും മരിച്ചീനിയും എടുത്ത് സൂപ്പറായി തോന്നും പറയല്ല. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.